അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, വിശിഷ്യ ഉസ്താദ് പി.എൻ. അബ്ദുൽ ലത്തീഫ് മദനി അവറുകൾ, അതിലുപരി ഈയൊരു ഉച്ചഭാഷണിയുടെ ശബ്ദം കേൾക്കുന്ന ദൂരത്തോളം ഈ സംസാരത്തെ സശ്രദ്ധം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ആമുഖ അധ്യക്ഷ ഉദ്ഘാടന ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ 150-ലേറെ സ്ഥലങ്ങളിൽ നിർഭയത്വം തൗഹീദിലൂടെ എന്ന കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ ഉയരെ പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഓരോ ദിക്കുകളിലും ഓരോ നാടുകളിലും അവിടെയുള്ള ജനങ്ങൾക്ക് യഥാർത്ഥ ദീന് എത്തിച്ചു കൊടുക്കുക, യഥാർത്ഥ വിശ്വാസം അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് അഭിസംബോധന നടത്തുന്നുണ്ട്. ആ അഭിസംബോധന എന്നുള്ളത് ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന ആ ഒരു ഉത്ബോധനം, ആ ഒരു ഉപദേശം കേട്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത നാനാ ദിക്കുകളിലേക്ക് യാത്ര ചെയ്തവരാണ് പ്രിയപ്പെട്ടവരെ സ്വഹാബ വര്യന്മാർ. അവരുടെ പിൻതലമുറക്കാരായ ആ ദീനിൻ്റെ ധ്വജവാഹകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതേ ഉത്തരവാദിത്തം തന്നെയാണ് പൂർത്തിയാക്കാനുള്ളത്. അതല്ലാതെ ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ ആരെങ്കിലും കുറ്റം പറയുക, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കുറേ കുറ്റങ്ങൾ ഇവിടെ വീഡിയോയിലൂടെയോ മറ്റുമൊക്കെ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശമല്ല. ഈ പുളിക്കലങ്ങാടിയിലൂടെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരു വ്യക്തി, അവന് സ്റ്റാൻഡ് തട്ടാതെ അവൻ യാത്ര മുന്നോട്ട് പോകുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ആ സ്റ്റാൻഡ് തട്ടാതെ മുന്നോട്ട് പോയാൽ അപകടം പതിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യമുള്ള നാം എങ്ങനെയെങ്കിലും ആ സ്റ്റാൻഡ് തട്ടുവാൻ വേണ്ടി പരമാവധി ശബ്ദത്തിൽ വിളിച്ചു പറയും. അതുപോലെ തന്നെ
എന്തെങ്കിലും ഒരു അപകടം പതിഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ അപകടം ഒരാൾക്ക് പോലും സംഭവിക്കരുത് എന്ന അതിയായ ആഗ്രഹം മനസ്സിൽ കാത്ത് സൂക്ഷിക്കാതെ അത് പ്രവർത്തന മേഖലയിലേക്ക് കൊണ്ടുവരുന്നവരാണ് നാം ഓരോരുത്തരും. നാളെയുടെ പാരിത്രിക ലോകം, ഈഹലോകം എന്നുള്ളത് നശ്വരമാണ്. എന്നെന്നു വേണമെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ ലോകത്തുനിന്ന് നമുക്ക് യാത്ര പോകേണ്ടതാണ്. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കറിയില്ല. ആ മരണത്തിന് ശേഷം പാരിത്രിക ലോകത്ത് ഒന്നില്ലെങ്കിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ചെറിയൊരു അപകടം പറ്റുന്നത് വേറെ വേദനയോടുകൂടി കാണുന്ന നാം നാളെ നമ്മുടെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും ആ നരകത്തിൻ്റെ ഭയാനകമായ ഘോരമായ ആ അഗ്നിയിൽ വെന്തെരിയുന്നത് കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈ ദീന് ഉറക്കെ ഉയരെ പ്രഖ്യാപിക്കുന്നത്, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ രേഖപ്പെടുത്തിയ ആ വിഷയം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടല്ലോ. ഒരുപക്ഷെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയ ലഘുലേഖയിലൂടെ നിർഭയത്വം തൗഹീദിലൂടെ എന്നൊരു വിഷയം നിങ്ങൾ പല ആവർത്തി ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാകും അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ഭയമാണ്. സൗകര്യങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, എല്ലാവിധ സാഹചര്യങ്ങളും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും പ്രിയപ്പെട്ടവരെ, അവർക്ക് വല്ലാത്ത ഭയം, വല്ലാത്ത വേദനകൾ അവരെ അലട്ടുന്നു, വല്ലാത്ത അസ്വസ്ഥതകൾ അവരെ അലട്ടുന്നു എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള പരിഹാരം? പലരും പല പരിഹാരങ്ങൾ കാണുന്നു. ചിലവർ ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ മക്കളുടെ വിഷയത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, തൻ്റെ ബന്ധുക്കളെ വിഷയത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, അതല്ല തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒട്ടനവധി ആളുകളെ നാം കണ്ടിട്ടുണ്ട്. അതല്ല എങ്കിൽ നാട് വിടുന്നവർ, കൊല്ലുന്നവർ, കൊലവിളി നടത്തുന്നവർ, ആക്രമിക്കുന്നവർ, എത്ര ആളുകളെ നമ്മൾ കാണുന്നു. എന്നാൽ ഇതൊക്കെയാണോ പ്രിയപ്പെട്ടവരെ നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള പരിഹാരം? WHO കണക്ക് പ്രകാരം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 280 മില്യൺ ആളുകളാണ് ഡിപ്രഷൻ സ്റ്റേജിലുള്ളത് എന്നുള്ളതാണ്. വിഷമതകളും ദുഃഖങ്ങളും കടിച്ചമർത്തി ജീവിക്കുന്നവർ 280 മില്യൺ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ വർഷത്തിലെ ലോകാടിസ്ഥാനത്തിൽ കണക്കുകൾ രേഖപ്പെടുത്തുന്നതിനനുസരിച്ച് 7 ലക്ഷം ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു എന്ന് കണക്കുകൾ ബോധ്യപ്പെടുത്തുമ്പോൾ 296 മില്യൺ ആളുകൾ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്നു എന്ന് കണക്കുകൾ പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തുമ്പോൾ എന്താണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ മനുഷ്യൻ ചെയ്യേണ്ടത്? നമ്മൾ ഈ പുളിക്കലങ്ങാടിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിക് സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ബോക്സിലുണ്ടാവുന്ന ഒരു വസ്തുവാണ് കാറ്റലോഗ് എന്നുള്ളത്. എങ്ങനെ ആ വസ്തു ഉപയോഗിക്കണം, എങ്ങനെ അത് ഓൺ ചെയ്യണം, എങ്ങനെയാണത് പ്രവർത്തിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ മെയിൻ്റെനൻസ്, അങ്ങനെ A to Z കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ആ ഇലക്ട്രോണിക് വസ്തുവിനോടൊപ്പം നമുക്ക് കിട്ടലുണ്ട്. നമുക്ക് പരിചയമല്ലാത്തൊരു വസ്തുവാണെങ്കിൽ അത് നോക്കി പഠിച്ച് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക, അത് പ്രവർത്തിപ്പിക്കാൻ ആരംഭിക്കുക. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവ് മനുഷ്യൻ നിർഭയത്വമുള്ളവനാകാനുള്ള ചില റൂട്ടുകൾ കൃത്യമായി പഠിപ്പിച്ചു നൽകി, ചില നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു നൽകി. ആ രക്ഷിതാവിൻ്റെ വാക്കുകൾ കാതോർക്കുന്നതിലൂടെ അസ്വസ്ഥതകളിൽ നിന്ന് സമാധാനത്തിലേക്ക് മനുഷ്യൻ നീങ്ങും, ആകുലതകളിൽ നിന്ന് ഐശ്വര്യത്തിലേക്ക് മനുഷ്യൻ നീങ്ങും. അതുപോലെ തന്നെ ഭയത്തിൽ നിന്ന് നിർഭയത്വത്തിലേക്ക് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നീങ്ങുന്നതാണ്. എന്തായിരുന്നു ആ സൃഷ്ടാവിൻ്റെ നിർദ്ദേശങ്ങൾ? പരിശുദ്ധ ഖുർആന് പ്രിയപ്പെട്ടവരെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്, കുല്ലഹ്ബിതു മിൻഹാ ജമീആ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, എൻ്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ ആ മാർഗദർശനം
ആര് പിൻപറ്റുന്നവരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിലൂടെ മാനവികതയ്ക്ക് മാർഗദർശനമായി ഇറങ്ങിയ പരിശുദ്ധ ഖുർആന്, ആ പരിശുദ്ധ ഖുർആന് മനുഷ്യൻ എങ്ങനെയാണ് നിർഭയത്വമുള്ളവനായി ജീവിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ റൂട്ടിലൂടെ, ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതാ മനുഷ്യനിതാ ആകുലതകളിൽ നിന്ന് ശമനം ലഭിക്കുകയാണ്. അല്ലേ? ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? യാ അയ്യോ അന്നാസ്, ഏ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാ ആ ഖുർആൻ പ്രിയപ്പെട്ടവരെ റബ്ബിന്റെ കലാം നമ്മോട് സംസാരിക്കുന്നത്. ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ. അതേ, നിങ്ങളുടെ മനസ്സുകൾ അനുഭവിക്കുന്ന വേദനകൾക്ക്, നിങ്ങളുടെ മനസ്സുകളിലുള്ള അസ്വസ്ഥതകൾക്ക്, നിങ്ങൾ അനുഭവിക്കുന്ന ഭയങ്ങൾക്ക് പരിഹാരമാണ് ആ ഖുർആനിക വചനങ്ങള്, ആ ഖുർആനിക നിർദ്ദേശങ്ങളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടോ അല്ലാഹു പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? അല്ലദീന ആമനൂ, എങ്ങനെയുള്ളവർക്കാണ് ശാന്തി ഉണ്ടാവുക, എങ്ങനെയുള്ളവർക്കാണ് സമാധാനമുണ്ടാവുക, എങ്ങനെയുള്ളവർക്കാണ് നിർഭയത്വമുണ്ടാവുക? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകളെ ശാന്തമായി തീരുന്നത്, നിർഭയത്വമുള്ള ജീവിതം ജീവിക്കാൻ കഴിയുന്നത്. ഇതാരാ പഠിപ്പിക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ സൃഷ്ടാവിനെ കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എന്താണ് ഈ പറഞ്ഞതിൻ്റെ ആകത്തുക? ഏകദൈവ വിശ്വാസമാണ്, അഥവാ തൗഹീദാണ്. പ്രിയപ്പെട്ടവരെ, അസ്വസ്ഥത നിറഞ്ഞ മനസ്സുകൾക്ക് ആശ്വാസമാണ് ഏകദൈവ വിശ്വാസം അഥവാ തൗഹീദ്. സങ്കടങ്ങൾ നിറഞ്ഞ ജീവിതങ്ങൾക്ക് താങ്ങാണ് പ്രിയപ്പെട്ടവരെ തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്? അല്ല മനുഷ്യരെ എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് ഈ പുളിക്കലങ്ങാടിയിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഏത് വ്യക്തിയാകട്ടെ, ആ ഓരോ വ്യക്തിയെയും വിളിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പ്രപഞ്ച സൃഷ്ടാവ് അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹന്നാസ്, ഏ മനുഷ്യരെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങളുടെ രക്ഷിതാവിനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണേ, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണേ. നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, വല്ലദീന, അതേ പ്രിയപ്പെട്ടവരെ, വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച. ഇനി നമ്മെ സൃഷ്ടിച്ചു എന്ന് മാത്രമാണോ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, ഈ ഭൂമിയെ മെത്തയാക്കി തന്നവനില്ലേ? കളിക്കാനും ചിരിക്കാനും ഓടാനും ഒരു വേളയിൽ പ്രിയപ്പെട്ടവരെ ഈ സംസാരം ഒരു കുലുക്കമോ ഒരു ശബ്ദമോ ഇല്ലാതെ കേൾക്കാനടക്കം അത്ര രൂപത്തില് മനോഹരമായി സംവിധാനിച്ച ആ സംവിധായകനില്ലേ? പിന്നെ റബ്ബ് എന്താ പറയുന്നത്? വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവനില്ലേ? പ്രിയപ്പെട്ടവരെ, റബ്ബ് നിർത്തിയോ? വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയിപ്പിച്ച് നൽകുന്നവനെ, മഴ ചൊരിയിപ്പിച്ച് നൽകുന്നവനെ, ആ റബ്ബിനെയാണേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആ റബ്ബിനോടാണേ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ വേദനകൾ, നിങ്ങൾ ഭയമുള്ള അവസ്ഥയാണെങ്കിൽ, നിങ്ങൾ അസ്വസ്ഥതകൾ നിറഞ്ഞ അവസ്ഥയാണെങ്കിൽ, ആകുലതകൾ നിറഞ്ഞ മനസ്സുകളാണെങ്കിൽ, നിങ്ങൾ ആ റബ്ബിനോട് പറഞ്ഞോ, പരിഹാരമേകാൻ ആ റബ്ബ് ഒരുക്കമാ. സങ്കടങ്ങൾക്ക് പരിഹാരമേകാൻ ആ റബ്ബ് ഒരുക്കമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലവരുടെ അവസ്ഥ എന്താണ്?
ഈ ശബ്ദം ശ്രവിക്കുന്ന പലരുടെയും അവസ്ഥ എന്താണ്? കുറ്റപ്പെടുത്താനല്ല കേട്ടോ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ചില സമയങ്ങളിൽ. എന്നാലോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, തൻ്റെ നാട്ടിലെ ഏതെങ്കിലും മക്ബറകളിലേക്കോ ഏതെങ്കിലും പുണ്യപുരുഷന്മാരുടെ അരികിലേക്കോ ഏതെങ്കിലും ഔലിയാക്കളുടെ അരികിലേക്കോ പോയി തൻ്റെ വേദനകൾ അവരോട് പങ്കുവെക്കുന്നു, തൻ്റെ സങ്കടങ്ങൾ അവരോട് പങ്കുവെക്കുന്നു, തൻ്റെ മനസ്സിലെ ആകുലതകൾ അവരോട് പങ്കുവെക്കുന്നു. അങ്ങനെയുള്ളവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ. അതേ, വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തില് അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാണ് നിർഭയത്വമുള്ളത്, അവരാണ് നേർമാർഗം പ്രാപിച്ചത്. പ്രിയപ്പെട്ടവരെ, നോക്കിയേ നിങ്ങളെ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ അള്ളാഹുവിന് പുറമേ മറ്റ് പടപ്പുകളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രോഗം, ഏതോ ഒരു ഡോക്ടറുടെ അരികിലേക്ക് പോയി, വ്യത്യസ്ത ഡോക്ടർമാരുടെ അരികിലേക്ക് പോയി, നാട്ടിലെ ഏതെങ്കിലും ഒരാൾ പറയുകയാണ്, ഇന്നാലിന്ന സ്ഥലത്തൊന്ന് പോയി നോക്ക്, നിന്റെ രോഗത്തിന് മാറ്റമുണ്ടാകും, അത് ഇന്ന കാരണം കൊണ്ടാണ്, നിനക്കൊരു പക്ഷേ ശമനം കിട്ടും. അങ്ങനെങ്ങാനും പറഞ്ഞാൽ പോകുന്നവരെ നിങ്ങൾക്ക് നിർഭയത്വമുണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഭയമുള്ള ജീവിതമായിരിക്കും ഉണ്ടാവുക, നിങ്ങൾക്ക് അസ്വസ്ഥത നിറഞ്ഞ ജീവിതമായിരിക്കും ഉണ്ടാവുക. ഇത് പഠിപ്പിക്കുന്നതാരാ? സൃഷ്ടിച്ച സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നോക്കിയേ നിങ്ങൾ, എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ ഈ ആശയം, എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ടവരെ ഈ ആദർശം. എന്നാലോ ശിർക്ക് ചെയ്യുന്നവരെ പറ്റി, അള്ളാഹുവിലെ പങ്കു ചേർക്കുന്നവരെ പറ്റി പരിശുദ്ധ ഖുർആന് എത്ര മനോഹരമായി, എത്ര ഗൗരവപൂർവ്വം പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തി എന്നറിയോ? ആകാശത്തുനിന്ന് വീണവനെ പോലെയാണ്, ആകാശത്തുനിന്ന് വീണവനെ പോലെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രയോഗം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ആകാശത്തുനിന്ന് വീഴുന്ന സമയത്ത് ഒന്നെങ്കിൽ അവനെ പക്ഷി റാഞ്ചുന്നു, അതല്ല എങ്കിൽ കാറ്റവനെ റാഞ്ചുന്നു, കാറ്റിന്റെ ദിശയിലേക്ക് അവൻ പോകുന്നു, അല്ലെങ്കിൽ പക്ഷി സഞ്ചരിക്കുന്നതിനനുസരിച്ച് അവൻ പോകുന്നു. ഇങ്ങനെയുള്ളവന്റെ ഉപമയ, ശിർക്ക് ചെയ്തവന്റെ ഉപമയാണ് ഇങ്ങനെയുള്ളതെന്ന് റബ്ബ് പഠിപ്പിക്കുന്നു. അല്ലേ? എന്താ ആകാശത്തുനിന്ന് വീഴുന്നവന്റെ ഒരു രൂപം? ഒരു നിലയുണ്ടാവൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പായും. അല്ലേ? ശിർക്ക് ചെയ്യുന്നവന് പങ്കു ചേർക്കുന്നവന്റെ അവസ്ഥ അങ്ങനെ. ഒരു പച്ചപ്പുതപ്പ് ഇട്ടിട്ട് ഒരാള് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ രാവിലെ വരിക, എന്നിട്ട് ഇങ്ങനെ അയാൾ പറഞ്ഞു, നിങ്ങൾ അടുക്കള നിൽക്കുന്ന സ്ഥലം ശരിയല്ലോ. അല്ലേ? വയറുവേനുണ്ടോ? നെന്നുവേന മാറിയിട്ടില്ലേ? ഇടക്കിടക്ക് വീഴുണ്ടോ? കടക്കണിയിൽ നിന്നോട് രക്ഷപ്പെട്ടിട്ടില്ലേ? എന്താ പ്രശ്നം? ആ അടുക്കള നിൽക്കുന്ന സ്ഥലമാണ് ശരിയല്ല. ഇപ്പം ഇങ്ങനെ മനസ്സിലിങ്ങനെ ആകുലതേ. എന്നിട്ട് ഒരാളെടുത്ത് പോയി, അത് കുഴപ്പമൊന്നുമില്ല, അവിടെ മനസ്സമാധാനം കിട്ടിയില്ല. രണ്ടാമത്തെ ഒരാളെടുത്തേക്ക് പോവാ, അവിടെ എന്നാ പൊളിച്ചു മാറ്റിക്കള. ഇതിങ്ങനെ കടന്ന് 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 പ്രിയപ്പെട്ടവരെ ഉരുളുന്നൊരവസ്ഥയായിരിക്കും ശിർക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം. പൗരോഹിത്യത്തിന്റെ അന്നമാണ് പ്രിയപ്പെട്ടവരെ ഭയമെന്നുള്ളത്. അത് വെറുതെ പറഞ്ഞതല്ല, പൗരോഹിത്യത്തിന്റെ അന്നമാണ് ഭയം. നമ്മൾ ഈ ഒരു പുളിക്കലങ്ങാടിയിൽ നിന്ന് ഒരു വസ്തു, ഒരു കോഴിമുട്ട ആയിക്കോട്ടെ, ഒരു കോഴിമുട്ട നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഒരു കോഴിമുട്ടയ്ക്ക് 50 രൂപയാണ്, 100 രൂപയാണ്. നമ്മൾ എന്താ പറയുക? എന്താ ചങ്ങായി പറയണേ? 8 റുപ്യ വിലയുള്ള കോഴിമുട്ടയ്ക്ക് നീ 100 രൂപ വാങ്ങുകയോ എന്നല്ലേ നമ്മൾ അവനോട് പറയാ. എന്നാൽ ആ കോഴിമുട്ടമ്മേ ഒരു റെഡ് പേന എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞാലോ, നമ്മൾ 100 അല്ല, 1000 അല്ല, 1 ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങും. അതാണ് പ്രിയപ്പെട്ടവരെ പൗരോഹിത്യത്തിന്റെ അന്നമാണ് നമ്മുടെ ഭയം. ആ ഭയം നമ്മൾ ഇല്ലാതാക്കണം. എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചതല്ലാതെ എനിക്ക് സംഭവിക്കുകയില്ല എന്ന് പറയുന്നിടത്താണ് ഒരു വിശ്വാസിയാവുക, ഒരു മുസ്ലിമേ യഥാർത്ഥ വിശ്വാസിയാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വാചകങ്ങളില്ലേ, അർബാബുൻ മുതഫരിഖൂന ഖൈറുൻ അമില്ലാഉൽ വാഹിദുൽ ഖഹാർ.
എത്ര മനോഹരമായ വാക്ക, മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന വചനമാണ്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്ത രക്ഷാധികാരികളാണോ ഉത്തമം? അതല്ല, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും അജയ്യനുമായ സർവാധികാരിയുമായ അല്ലാഹുവാണോ, അവനാണോ ഉത്തമം? അതല്ല, ഒരുപാട് ആരാധ്യന്മാരാണോ ഉത്തമം എന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. നമ്മൾ തന്നെ ചിന്തിക്കൂ, ഒരു വാഹനത്തിന് ഒരേ സമയം 2 ഡ്രൈവർമാരുണ്ടാകുമ്പോഴുള്ള അവസ്ഥ എന്താ ആ വാഹനത്തിന്റെ അവസ്ഥ? ഒരുത്തൻ അങ്ങോട്ടും തിരിക്കും, മറ്റൊന്ന് അങ്ങോട്ടും തിരിക്കും. ആ വാഹനം മുന്നോട്ട് പോവോ? പോവില്ലല്ലോ. അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ പടപ്പുകളിലേക്ക് ആവശ്യങ്ങൾ അർപ്പിക്കുന്നവരുടെ അവസ്ഥ. അവനിക്ക് നിർഭയത്വമില്ല. അവന്റെ മനസ്സാകുലതകളിലും ആശങ്കകളിലും ഇങ്ങനെ മുന്നോട്ട് പോകും. ഒന്ന് വെറുതെ നോക്കിയാൽ മതി. ഈ പലപ്പോഴും ഇത്തരം ആളുകളെ സമീപിക്കുന്നവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? ഉണ്ടാവൂല. വെറുതെ നോക്കിക്കോളി, ഉണ്ടാവൂല. അവനക്ക് ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ള രൂപത്തിലാവും. ഒന്ന് കഴിഞ്ഞാൽ ഒന്നാണ് മാറിയ അടുത്തത്. അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. അതിനപ്പുറം ഉണ്ടല്ലോ. ഒരു അറാബി വര്യൻ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അഖരീബുൻ റബ്ബുനാ ഫനുനാജിയഹു അം ബഈദുൻ ഫനുനാദിയഹു, നമ്മുടെ റബ്ബ് സമീപസ്ഥനാണോ, ഞാൻ എത്ര പതിയെ പറഞ്ഞാലും കേൾക്കുന്നവനാണോ നമ്മുടെ റബ്ബ്? അതല്ല, ഞാൻ ഉറക്കെ ഉയരെ വിളിക്കണോ നമ്മുടെ റബ്ബിനെ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങുകയല്ലേ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയേ, എൻ്റെ അടിമകള് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കണേ നബിയേ, ഫഇന്നി ഖരീബ്, ഞാൻ അവനോട് സമീപസ്ഥനാണ്. അവന്റെ വേദനകൾ അറിയുന്നവനാണ്, അവന്റെ മനസ്സുകളിലെ ആന്തോളനങ്ങൾ അറിയുന്നവനാണ്, അവന്റെ ഇന്ദ്രിയങ്ങളുടെ ചലനങ്ങൾ അറിയുന്നവനാണ്, അവന്റെ മനസ്സിന്റെ വിചാരങ്ങൾ അറിയുന്നവനാണ്, അവന്റെ മനസ്സിന്റെ ഹൃദയത്തിന്റെ നോവുകൾ അറിയുന്നവനാണ്, അവന്റെ നെടുവീർപ്പുകൾ അറിയുന്നവനാണ്, അവന്റെ നിശ്വാസങ്ങൾ അറിയുന്നവനാണ്, അവന്റെ എല്ലാം അറിയുന്നവനാ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രിയപ്പെട്ടവരെ, ഇത് സൃഷ്ടിച്ച സൃഷ്ടാവാ പറയണേ, എടോ ഞാൻ നിങ്ങളോട് സമീപസ്ഥനാണ്. മറ്റൊരായത്ത് നോക്കിയേ, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു, അവന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നാം അറിയുകയും ചെയ്യുന്നു. അവന്റെ കണ്ഠനാടിയേക്കാൾ അവനോട് അടുത്തവനാകുന്നു ഞാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എന്ത് ആവശ്യവും ബോധ്യപ്പെടുത്തേണ്ട റബ്ബിനോടാ. ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ നിന്റെ റബ്ബിനോട് ചോദിച്ചോ. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിന്റെ ജീവിതത്തില് സഹായം തേടേണ്ട ഏതേത് രംഗങ്ങളുണ്ടോ ആ രംഗങ്ങളിലൊക്കെ നീ നിന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുക, നീ നിന്റെ റബ്ബിനോട് സഹായം തേടുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ വേദനകൾ അറിയുന്ന ആ റബ്ബിനെ നമുക്കും മനസ്സിലാക്കേണ്ടേ. ആ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലേ, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനക്കർഹനുമില്ലെന്ന് നീ മനസ്സിലാക്കണം. ഇത് റബ്ബ് പഠിപ്പിച്ചതാ. ഈ പുളിക്കലങ്ങാടിയിലെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ മേഖലയിലെ ഓരോരുത്തരോടും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകിയതാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ? ഒരു ഇലാഹുമില്ല. അല്ലാഹു നിഷേധിക്കുകയാണ് ചെയ്തത്. ഒരു ആരാധ്യനുമില്ല. നിന്റെ വേദനകൾക്ക് ശമനമേകാൻ, നിന്റെ സങ്കടങ്ങൾക്ക് ആശ്വാസമേകാൻ, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം
പരിഹാരമേകാൻ, നിന്റെ ഭയവിഹ്വലമായ അവസ്ഥക്ക് പരിഹാരമേകാൻ ലാ ഇലാഹ, ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. ഇത് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സകല പ്രവാചകന്മാരും അവരുടെ പ്രബോധനത്തിൻ്റെ പ്രഥമമായതും പ്രധാനമായതുമായിട്ടുള്ള വാക്യം എന്തായിരുന്നു? എല്ലാ പ്രവാചകന്മാരും എടുത്തു നോക്കി നിങ്ങൾ. നൂഹ് നബി അലൈഹിസ്സലാമയാണല്ലോ ഒന്നാമത്തെ റസൂല്. ആ നൂഹ് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തിലെ പ്രതിസന്ധികളില്ലേ, പ്രയാസങ്ങളില്ലേ? എന്നാലേ നൂഹ് നബി അലൈഹിസ്സലാമ പ്രിയപ്പെട്ടവരെ ആ സമൂഹത്തെ ഉത്ബോധിപ്പിച്ച ഒന്നാമത്തെ ഉത്ബോധനം എന്തെന്നറിയുമോ? ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമയെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് ഞാൻ അയച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഫഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. ഈ സമൂഹമേ, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കും. അവനോട് നിങ്ങളുടെ വേദനകൾ പറയൂ, അവനോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയൂ, അവനോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയൂ. പ്രിയപ്പെട്ടവരെ, ലൂത്ത് നബി അലൈഹിസ്സലാമയില്ലേ, ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടത്തില് മ്ലേച്ഛമായ വൃത്തികെട്ട തമ്മാടിത്തരങ്ങൾ താണ്ഡവമാടിയിരുന്ന കാലഘട്ടമല്ലേ? ആ ലൂത്ത് നബി തന്റെ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത് ഒന്നാമതായി എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു പ്രിയപ്പെട്ടവരെ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിരുന്ന സമുദായം കഴിഞ്ഞു പോയിട്ടില്ലേ? ആ വ്യത്യസ്ത നാടുകളിലേക്കൊക്കെ പ്രവാചകന്മാരെ അയച്ച സന്ദർഭം വഇലാ സമൂദ അഖാഉം സാലിഹാ. സമൂദ് ഗോത്രത്തിലേക്ക് അതാ സാലിഹ് നബി അലൈഹിസ്സലാമയെ അയച്ചില്ലേ? ആ സാലിഹ് നബിയും പറഞ്ഞത് എന്തെന്നറിയോ? നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. പ്രിയപ്പെട്ടവരെ, അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകന്റെ കാലഘട്ടം എന്താ? 3W കാലഘട്ടം എന്നറിയപ്പെട്ട ഒരു കാലഘട്ടം. പെണ്ണിന് വേണ്ടിക്കൊണ്ട്, യുദ്ധത്തിന് വേണ്ടിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ മദ്യത്തിന് വേണ്ടിക്കൊണ്ട് ജീവിതം കാഴ്ചവെച്ചൊരു സമൂഹം. അതേ, തൻ്റെ ഒട്ടകമെങ്ങാനും തൻ്റെ കുതിരയെങ്ങാനും മറ്റൊരു അയൽവാസിയുടെ വീട്ടില്, തൊടുവില്, പറമ്പില് കയറിയതിൻ്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന ഒരു സമൂഹമില്ലേ? നിന്ന നിലപ്പിൽ നിന്ന് പ്രിയപ്പെട്ടവരെ കവിതകൾ പാടിയിരുന്ന ഒരു സമൂഹമില്ലേ? ആ സമൂഹത്തിലേക്ക് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നുകൊണ്ട് പറഞ്ഞ ഒന്നാമത്തെ വാക്യം എന്താ? വഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. അല്ലേ, എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തെ ഉത്ബോധിപ്പിച്ചത്. ജബൽ അബീ ഖുബൈസ് മലക്ക് മുകളിൽ നിന്ന് തൻ്റെ നാട്ടുകാരായ, തൻ്റെ കുടുംബ ബന്ധുമിത്രാദികളായ, തൻ്റെ അനുചരന്മാരെ, തൻ്റെ കുടുംബക്കാരെ വിളിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പ്രിയപ്പെട്ടവരെ ഒന്നാമതായി പറഞ്ഞതെന്താ? ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പ്രിയപ്പെട്ടവരെ അള്ളാന്റെ റസൂൽ ഒന്നാമതായി പറഞ്ഞത്. അല്ലേ, എത്ര നീചമായ വൃത്തികേടുകൾ താണ്ഡവമായിരുന്ന സമൂഹമായിരുന്നു. പക്ഷെ ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ പരിവർത്തനം എന്താ? ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പ്രവാചകനെ ഞങ്ങളോട് ലാ തശ്റബുൽ ഖംറ, ഞങ്ങളോട് മദ്യപിക്കരുത് എന്നോ വ്യഭിചരിക്കരുത് എന്നോ എന്നൊന്നുമല്ല ആദ്യമായി പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷേ ലാ നദഉൽ ഖംറ അബദ, ഒരുപക്ഷേ ഞങ്ങൾ മദ്യം ഉപേക്ഷിക്കില്ലായിരുന്നു, വ്യഭിചാരം ഉപേക്ഷിക്കില്ലായിരുന്നു. ഇന്ന് പോലും പ്രിയപ്പെട്ടവരെ സൗദി അറേബ്യയുടെ സ്കൈ ലൈൻ കടക്കാതെ ഒരു അമേരിക്കൻ വിമാന കമ്പനിക്ക് പോലും മദ്യം വിളമ്പാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം. അള്ളാന്റെ റസൂലിന്റെ എത്ര സുന്ദരമായിട്ടുള്ള പരിവർത്തനമായിരുന്നു അല്ലേ? ആദ്യം തൗഹീദിലൂടെ തുടങ്ങിയപ്പോൾ ആ നാട്ടിലുണ്ടായ മാറ്റം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ആ സമൂഹത്തിലുണ്ടായിരുന്ന മാറ്റം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇനിയോ പലപ്പോഴും നമുക്ക് നിർഭയത്വം ഇല്ലാകുന്നൊരു സാഹചര്യം, ഭയവിഹ്വലരാകുന്ന ഒരു സാഹചര്യം ഏതൊക്കെ മേഖലകളിലാണ്? ഒന്ന് മക്കളുടെ വിഷയത്തിൽ അല്ലേ,
അല്ലെങ്കിൽ രോഗങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും പൗരോഹിത്യം പ്രിയപ്പെട്ടവരെ നമ്മെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെയാണല്ലോ. 10 വർഷമായില്ലേ കുട്ടികളുണ്ടായിട്ട്, ഇന്ന സ്ഥലത്തേക്കൊന്ന് പോയോക്ക്, എന്താ ഇപ്പം രോഗം മാറാത്തത് അല്ലേ? കുറേ ഡോക്ടറെ കാണിച്ചില്ലേ, ഇന്ന സ്ഥലത്തേക്കൊന്ന് പോയോക്ക് മാറിയേക്കും. അത് ഇന്ന സ്ഥലത്തൊന്ന് ഇത്ര പൈസ കൊടുത്തോക്ക്, ഇത്ര രൂപ കൊടുത്തോക്ക് മാറിയേക്കും. അവിടെ നിന്ന് പച്ചപ്പുതപ്പ് പുതപ്പിച്ചോക്ക് മാറിയേക്കും. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് 1000 ആടിനെ 100 ആടിനെ നേർച്ച ചെയ്തോക്ക് മാറിയേക്കും. ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പൗരോഹിത്യം നമ്മെ ഭയപ്പെടുത്താറുള്ളത്. എന്നാൽ ഇതൊക്കെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇത്തരം പ്രതിസന്ധികൾ അവർ അനുഭവിച്ചിട്ടുണ്ടല്ലോ. 25 നബിമാരുടെ ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പരമ്പരയോ അവരുടെ കുടുംബത്തിൻ്റെ പരമ്പരയോ അല്ലല്ലോ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അവരുടെ ജീവിതത്തിൽ വന്ന ത്യാഗങ്ങള്, അവരിൽ നിന്നുള്ള നമുക്കുള്ള പാഠങ്ങളല്ലേ നമ്മെ റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത്. നോക്കിയേ പ്രിയപ്പെട്ടവരെ, ഭരണാധികാരിയുടെ മുന്നിൽ പകച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കുണ്ടായി. നമ്രൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബുണ്ട്, എനിക്കെന്റെ റബ്ബുണ്ട്, എന്തിനും ഏതിനും താങ്ങാവാനും തണലാവാനുമെന്ന ആ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിന്റെ സ്വഭാവം എന്താ? കരിക്കുക എന്നല്ലേ അല്ലേ? പൊള്ളിക്കുക എന്നുള്ളതല്ലേ പ്രിയപ്പെട്ടവരെ തീയിന്റെ സ്വഭാവം. പക്ഷെ എന്തായി അവിടെ? ആ നിർഭയത്വം, ആ ഏകദൈവ വിശ്വാസത്തിലൂടെ ആ നിർഭയത്വം ഉണ്ടായ സമയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമ പറഞ്ഞ വാക്ക്, ആ വാക്ക് പ്രിയപ്പെട്ടവരെ എനിക്കെൻ്റെ റബ്ബ് മതി എന്ന ആ ഉജ്ജ്വല പ്രഖ്യാപനമുണ്ടല്ലോ, തീന്റെ സ്വഭാവത്തെ തന്നെ അള്ളാഹു മാറ്റിയില്ലേ? അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ പഠിപ്പിച്ചു നൽകിയ വചനം എത്ര മനോഹരമാണ്. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, അതേ ഇബ്രാഹിമിന് തണുപ്പും രക്ഷയുമായി മാറുക അല്ലേ? അവരെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു എഴുന്നേറ്റ് വരലായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ പിന്നെ രോഗത്തിൻ്റെ വിഷയത്തിലാണല്ലോ പൗരോഹിത്യം നമ്മെ ഭയപ്പെടുത്തല്. എന്നാൽ ഏറ്റവും വലിയ രോഗത്തിൽ പിടിപെട്ട അയ്യൂബ് നബി അലൈഹി ഇസ്ലാമ റബ്ബിനോട് പ്രാർത്ഥിച്ച സന്ദർഭം പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. വഅയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യവാരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവനാണല്ലോ. എന്താ പ്രിയപ്പെട്ടവരെ, നിരാശയില്ലാതെ നിർഭയത്വത്തോടുകൂടി അയ്യൂബ് നബി അലൈഹി ഇസ്ലാമ പ്രാർത്ഥിച്ചപ്പോൾ അല്ല കൊടുത്ത റിസൾട്ട് എന്താ? ആ അല്ല തന്നെയല്ലേ നമുക്കുമുള്ളത്. അദ്ദേഹം അനുഭവിച്ച മുഴുവൻ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം കണ്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ എത്ര ആയത്തുകൾ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ചില പേര് പ്രത്യേകിച്ച് പൈതൽ ജാറം പോലുള്ള ജാറങ്ങളിലേക്ക് യാത്ര പോകുന്നവർ എത്രയോ ആളുകൾ ഒരുപക്ഷേ ഈ സംസാരം കേൾക്കുന്നവരുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, സക്കരിയ നബി അലൈഹി ഇസ്ലാമ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ നിരാശയുണ്ടായോ, ഭയമുണ്ടായോ അവരുടെ മനസ്സിൽ? ഇല്ല. സക്കരിയ നബിയുടെ പ്രാർത്ഥന, ഹുനാലിക ദഅ സക്കരിയ റബ്ബ ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബാ. സക്കരിയ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നിന്റെ പക്കൽ നിന്നുള്ള ഒരു ഉത്തമ സന്താനത്തെ നൽകണേ. റബ്ബ് എന്താ കൊടുത്തത് പ്രിയപ്പെട്ടവരെ? നോക്കിയേ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ റബ്ബേ എനിക്ക് നൽകണേ. ലോകർക്ക് മുഴുവൻ മാതൃകയായ, ലോക യുവാക്കൾക്ക് പ്രിയപ്പെട്ടവരെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു മകനെ കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചില്ലേ? എത്ര സുന്ദരമാണ് ആ പ്രാർത്ഥനയുടെ ഫലം എന്നുള്ളത്.
എത്ര മനോഹരമാണ് ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന, ഖാല ഇന്നമാ അശ്കൂ ബസീ വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ വിഷമങ്ങളും എൻ്റെ വ്യസനങ്ങളും റബ്ബേ നിന്നിലേക്ക് ഇതാ ഞാൻ അർപ്പിക്കുന്നു. അല്ല തിരിച്ചു കൊടുത്തുന്ന ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാക്കിയിട്ട റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ പ്രിയപ്പെട്ടവരെ, ആ നിർഭയത്വം നമുക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മുടെ ഏതേത് വേദനകൾക്കും പരിഹാരമേകാൻ, നമ്മുടെ മനസ്സുകളുടെ നോവുകൾക്ക് പരിഹാരമേകാൻ, നമ്മുടെ ഹൃദയങ്ങളുടെ വേദനകൾക്ക് പരിഹാരമേകാൻ പ്രിയപ്പെട്ടവരെ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. പിന്നെന്തിനാ നമ്മളവിടെ പടപ്പുകളിലേക്ക്, ഏതെങ്കിലും സൃഷ്ടികളിലേക്ക്, അവരുടെ രോഗം പോലും മാറ്റാനോ പരിഹരിക്കാനോ കഴിയാത്ത സൃഷ്ടികളിലേക്ക് നമ്മൾ അവലംബിക്കുന്നത്? അതിലെന്തർത്ഥമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ നിർഭയത്വം എവിടെയാണ് വേണ്ടതെന്നറിയോ? മരണാനന്തര ജീവിതമുള്ള ഭയത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എപ്പോഴാണ് നമ്മുടെ മരണം അറിയോ? ആർക്കും അറിയില്ല. ഏത് സമയത്താണ് നമ്മുടെ മരണം? ഒരുപക്ഷേ ഈ പ്രോഗ്രാം വീക്ഷിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്ന ഒരു ഉറപ്പ് പോലുമില്ല. സമാനമായ എത്രയെത്ര മരണങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ വായിച്ചു, അതല്ല എങ്കിൽ കണ്ടു. നാം ആ മരണത്തിനോടൊപ്പം അതിൻ്റെ കാര്യങ്ങൾക്ക്, നടപടിക്രമങ്ങൾക്ക് കൂടെ കൂടി. എത്രയെത്ര മരണങ്ങൾ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ മരിക്കുന്നുള്ളത്? നമ്മൾ മരണപ്പെട്ടു പോയാലേ ഒരു 4-5 കാലുള്ള മയ്യത്ത് കട്ടിലിൽ കള്ളിച്ചെടികളാൽ നിബിഡമായ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവെക്കുന്ന ഒരു രംഗമുണ്ട്. ആ ഖബറിലെത്തി എല്ലാവരും തിരിച്ചു പോരുന്ന സമയത്ത് മലക്കുകൾ വരും, ചോദിക്കും മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പേപ്പറില് അതല്ല എങ്കിലും മനഃപ്പാടമാക്കിയത് കൊണ്ട് എൻ്റെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് മറുപടി പറയാൻ സാധിക്കൂല. ദീനേതെന്ന് ചോദിക്കുമ്പോ മനഃപ്പാടമാക്കിയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു പേപ്പറ് പ്രിയപ്പെട്ടവരെ ഖബറിൽ കുത്തിവെച്ചത് കൊണ്ടോ മറുപടി പറയാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ സാധിക്കുക? ആ ദീനിനെ ശിരസ വഹിച്ചവർക്ക്, ആ ദീനിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവർക്ക് പ്രിയപ്പെട്ടവരെ സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ബോധ്യം ഉണ്ടാവണം. എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്കറിയണം. എൻ്റെ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമേകുന്ന എൻ്റെ റബ്ബിനെ കുറിച്ച് എനിക്കറിയണമെന്നൊരു തീരുമാനം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. അല്ല എങ്കിൽ നമ്മുടെയൊക്കെ പാരത്രിക ലോകം വളരെ സങ്കടകരമാകും. ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് പ്രിയപ്പെട്ടവരെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കുന്നവർ? അവർ വിജയിച്ചു എന്നുള്ള. അതുകൊണ്ടാണ് മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇനി ഈ നമസ്കാരത്തിന് ശേഷം ഈ വിഷയത്തിൻ്റെ വിശാലമായ ഏരിയയിൽ നല്ലൊരു സംസാരം ബഹുമാന്യനായ ഉസ്താദ് ഫൈസൽ മൗലവിയുടെ ഉണ്ടാകും. എല്ലാവരും സശ്രദ്ധം കേൾക്കാനും ആ ഒരു പ്രോഗ്രാമിലേക്ക് നമസ്കാരാനന്തരം തിരിച്ചെത്താനും ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലുമൊക്കെ ഉപരി ജീവിതത്തിലെ ദീനിൻ്റെ അധ്യാപനങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിർഭയത്വത്തോടുകൂടി ഏകദൈവ വിശ്വാസത്തോടുകൂടി മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാനും മരിക്കാനുമുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.